ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇത് തുരായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിലെന്താ പറയുക പറയാം കേട്ടോ, ഞാൻ ഓർക്കട്ടെ. അപ്പം തുരായി, പിന്നെ ഒരു ടൊമാറ്റോ, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്. ഇത് എരിവില്ലാത്ത പച്ചമുളക്, ഇതിന് കുറച്ച് എരിവുണ്ട്. ഈ രണ്ടിനും എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യണം? എനിക്ക് കിട്ടി. തുരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പീച്ചിങ്ങ. അപ്പം ഇവിടെ വന്നതിന് ശേഷം കേട്ടോ എനിക്കറിയാവുന്ന ഈ പീച്ചിങ്ങ കൊണ്ട് നമുക്ക് കറി വയ്ക്കാൻ പറ്റുമെന്ന്. അല്ലെങ്കിൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ അവിടെ നാട്ടിൽ അവിടെ ഇത് പീച്ചിങ്ങ ഉണ്ടായി കിടക്കുമ്പോൾ അതിൻ്റെ അതെല്ലാം ഉണങ്ങുമ്പോൾ അത് കളഞ്ഞിട്ട് നമ്മൾ മേത്ത് തേക്കാൻ ബ്രഷ് പോലെ അത് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ സോപ്പ് തേച്ചിട്ട് അതിനെ കൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഉരച്ച് കഴുകുമായിരുന്നു. അങ്ങനെ കഴുകി തരുമായിരുന്നു അമ്മയൊക്കെ. ഇന്നാണ് അതിനുള്ള വേറെയുള്ള സംവിധാനമൊക്കെ ഉണ്ടായത്. അന്ന് പീച്ചിങ്ങയുടെ അതുകൊണ്ട്. അപ്പോൾ എനിക്കത് മാത്രമേ കഴിയുന്നു. പക്ഷേ ഇവിടുത്തെ പീച്ചിങ്ങയ്ക്ക് അത്രയും ഹാർഡില്ല കേട്ടോ, വളരെ സോഫ്റ്റായ പീച്ചിങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് കറി ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇത് അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇടാം. ജീരകം ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ആയിക്കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് നിലക്കടല ഇടാം. നിലക്കടല ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇടാം. എണ്ണ ഒഴിക്കണ്ട കേട്ടോ, ഇത് നമുക്ക് അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ അത് എണ്ണ ഒഴിക്കാതെ വറുത്തെടുക്കണം. വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ഇതായിക്കോട്ടെ കേട്ടോ, ഒന്ന് ചൂടായിക്കോട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ പച്ചമുളക് ഇങ്ങനെ പൊട്ടിച്ച് കൈകൊണ്ട് ഒന്ന് പൊട്ടിച്ചിട്ട് ഇടാം. അപ്പോൾ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ ഇത് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇടാം. കുറച്ച് ഒരു 1/4 സ്പൂൺ. ഇതിലധികം എരിവ് കുറവാട്ടോ, കാരണം ഇവിടുത്തുകാർക്ക് ഇങ്ങനെ എരിവ് അധികം ഇഷ്ടമല്ല. ഇവർക്ക് മധുരമുള്ള സാധനങ്ങളാണ്. ഗുജറാത്തികൾക്ക് എപ്പോഴും മധുരമുള്ള സാധനങ്ങളാണ് ഇഷ്ടം. കൂടുതലും ബാജിയിൽ അവരങ്ങനെ എരിവിടില്ല. ഉണ്ടായിരിക്കാം, ചില എരിവ് ഉപയോഗിക്കുന്നവരുണ്ടാവാം. പക്ഷേ മോസ്റ്റ്ലി എല്ലാവരും എരിവ് അധികം ഉപയോഗിക്കില്ല ബാജിക്ക്. അപ്പോൾ ഇതൊന്ന് എണ്ണയൊഴിക്കാതെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് എല്ലാം ഒന്ന് വഴറ്റിക്കഴിഞ്ഞു. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇതെല്ലാം അരിഞ്ഞ് വെച്ച് ഉള്ളി ഒരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ഉള്ളി, ഒരു തക്കാളി, പിന്നെ തുരായി, അതായത് പീച്ചിങ്ങ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പടിയിലേക്ക് എടുക്കാം. ആദ്യം നമ്മൾ ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിടാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുകിടാം. വേണമെങ്കിൽ കരിവേപ്പില ഇടാം കേട്ടോ. ഈ വെടുത്തുകാർ അധികം കരിവേപ്പില ഉപയോഗിക്കില്ല. ഞാൻ ലാസ്റ്റ് ഒരു കരിവേപ്പില എന്തായാലും ഇടും. എനിക്കതില്ലാണ്ട് പറ്റില്ല, എനിക്കത് ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് ഞാൻ കരിവേപ്പില എപ്പോഴും ഉപയോഗിക്കും. അപ്പോൾ ഈ കറിയിൽ അവർ ഉപയോഗിക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഞാൻ കാണിക്കുന്നത്. പക്ഷേ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് നമുക്കത് ഇത് കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഉള്ളി ഇട്ടു കേട്ടോ. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് 2 കൈ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ ഉള്ളി ഇടുന്നത് കാണിച്ചില്ല. അപ്പോൾ ഉള്ളി മാത്രമേ ഇട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ കടുകുണ്ട്. ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി വഴന്ന് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ടൊമാറ്റോ ഇടാം. ടൊമാറ്റോ ഒന്ന് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് മസാല ഇടാം. അപ്പോൾ ഞാൻ ആദ്യം വറുത്ത് കാണിച്ചില്ലേ, ജീരകവും പിന്നെ നമ്മുടെ കപ്പലണ്ടിയും ഇവിടെ ഞാൻ വറുത്ത് കാണിച്ചിരുന്നില്ലേ, അത് ഞാൻ ചില്ലി ഫ്ലേക്സ്, അതായത് ഒരു 1/4 സ്പൂൺ അത് കൂടെ ഇട്ടിട്ട് ഞാൻ അരച്ചതാണ് ഈ ഗ്രേവി. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി. ടൊമാറ്റോ
ടൊമാറ്റോ അത്ര നന്നായിട്ട് വഴറ്റണ്ട കേട്ടോ. ഉള്ളി ചെറിയ ചുമപ്പ് നിറമാവുന്നിടം വരെ ഒന്ന് വഴറ്റണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. അതിന് ശേഷം നമുക്ക് ഇതാ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പീസിന് ഇതിലേക്കിടാം. നമുക്ക് പീച്ചിങ് ഒന്ന് വഴറ്റാം. അപ്പോൾ ഈ തുരായി വേകാൻ വേണ്ടി നമുക്കൊന്ന്, അതായത് പീച്ചിങ് വേകാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇത് വഴന്ന് നോക്കാം. ഇതിലേ തന്നെ അടപ്പിലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ഒഴിക്കണ്ട, ഇപ്പോൾ വെള്ളം ഒഴിക്കണ്ട. ഈ എന്താ പറയുക, തുരായി പീച്ചിങ് അത്ര നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. കാരണം അത് ഇനിയിപ്പോൾ നമ്മൾ വെള്ളം ഈ ഗ്രേവിയൊക്കെ ആകുമ്പോഴത്തേക്കും അതിൽ വെന്തോളും. അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അത് ഒഴിക്കാം കേട്ടോ. ഇതൊന്ന് മുഴുവൻ ഒഴിച്ചോട്ടെ. ഞാൻ എൻ്റെ ഒരു കയ്യിൽ ഫോണായതുകൊണ്ടേ അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി ഒഴിക്കാം നമുക്ക്. അപ്പോൾ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട്, അര ഗ്ലാസ്സല്ല 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ മിക്സിയിലെ ജാറിലെ ആ ഗ്രേവി അതൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി ഒന്ന് ഒരു ശകല വെള്ളം കൂടെ ഒഴിക്കാം നമുക്ക്. ഭയങ്കര അത് വെച്ചാൽ കപ്പലണ്ടി ഇട്ടുകൊണ്ട് അത് പെട്ടെന്ന് കുറുകും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഇത് തിളയ്ക്കാൻ വേവാനായിട്ട് വയ്ക്കാം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു ഇത് കണ്ട് ബാൽക്കണി തന്നെയാണ്, ഞങ്ങളുടെ കൃഷിത്തോട്ടം ബാൽക്കണി തന്നെയാണ്. ഇതാ ഈ ഇതിൽ നിന്ന് ഒരു കരിവേപ്പില നമുക്ക് പറിച്ചെടുക്കാം. 1 2 2 കരിവേപ്പില പറിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഗ്രേവി ഒരുമാതിരി ആയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം ഇതെവിടം വരെ എത്തി എന്നുള്ളത്. അപ്പോൾ കുറേശ്ശെയായിട്ട് കുറച്ചുകൂടെ തുരായി വേവാനുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു. ഞാൻ സിമ്മിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് തീ ഇത്തിരി കൂട്ടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വാജി ഇത് പീച്ചിങ്ങയുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് ഞാൻ നമ്മുടെ കേരള സ്റ്റൈലാക്കാൻ പോയതിനെ ഞാനിതിലേക്ക് കറിവേപ്പില ഇടുക. പറിച്ചിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. നമുക്കതില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അവരതിന് ഒരു പഞ്ചസാര ഇടും കേട്ടോ. ഞാൻ ഈ പാരച്യൂട്ടിൻ്റെ എണ്ണ ഒഴിക്കുന്നത്. ഇവിടെ നമുക്ക് സാധാരണ വെളിച്ചെണ്ണ അങ്ങനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. മലയാളി കടകളിൽ പോകണം, അവിടെ മാത്രമേ കിട്ടുള്ളൂ. അപ്പം ഞാൻ കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ പീച്ചിങ്ങയുടെ കറി റെഡിയായി. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു ഗുജറാത്തി സ്റ്റൈലാണ്. അപ്പോൾ ഇതിനധികം എരിവൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് കുറച്ച് എരിവ് കൂട്ടാം, അങ്ങനെയൊക്കെ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം. ഇതിലധികം എരിവുണ്ടാവില്ല. കാരണം ഞാനൊരു 1/4 സ്പൂൺ മുളക് ഇട്ടിട്ടുള്ളൂ. പച്ചമുളകാണെങ്കിൽ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഇട്ടത്, അതുകൊണ്ട്. അപ്പോൾ മല്ലിയില വേണമെങ്കിൽ മല്ലിയില ഇടാം, അതൊക്കെ ഓപ്ഷനാട്ടോ. ഞാനിവിടെ കരിവേപ്പിലയും നമ്മുടെ പച്ച വെളിച്ചെണ്ണ അതും കൂടെ ഒഴിച്ചു. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം. അപ്പം ഞാൻ തന്നെ വേണം ഇത് ടേസ്റ്റ് നോക്കാനായിട്ട്. ഇവിടെ വേറെ ആരുമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പറയാട്ടോ. അടിപൊളി. ഞാനുണ്ടാക്കിയോണ്ട് പറയുമല്ലോ കേട്ടോ. ഒരു വ്യത്യസ്തമായൊരു കറിയായില്ലേ. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അത് കാണിച്ചു തരാം. ഇതിൽ നിന്ന് ഞാൻ ഒരു 2 തുരായി ഉണ്ടായിരുന്നു, അതായത് പീച്ചിങ്ങ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരെണ്ണം എടുത്ത് മെഴുക്കുവരട്ടി ഉണ്ടാക്കി, ഒരെണ്ണം ഈ കറി ഉണ്ടാക്കി. അപ്പോൾ ഈ കറി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റിൽ കൂടെ അറിയിക്കുക എങ്ങനെയുണ്ടായിരുന്നു. അപ്പോൾ വ്യത്യസ്തമായൊരു കറിയായി അല്ലേ. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന മെഴുക്കുവരട്ടി. അപ്പോൾ ഇതും കൂടെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ